ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര അഡിക്റ്റാണ്. നമ്മളെ ലൈഫിൽ നടക്കുന്ന ചെറിയ സംഭവം കൂടി ബാക്കിയുള്ളവരെ അറിയിക്കണം എന്നുള്ള ഒരു ചിന്താഗതി. എന്തിനധികം പറയുന്നത്, നമ്മൾ ഫുഡ് കഴിക്കുന്നത് വരെ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല എന്ന് പറയുന്ന അവസ്ഥ. ഇതെങ്ങനെയായി മാറുന്നത്? നമ്മൾ പലരും മറ്റുള്ളവരെ അനുകരിക്കാൻ നോക്കുന്നതാണ് ഈ സംഭവം. അവരങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എന്താ എനക്ക് അങ്ങനെ ചെയ്തൂടെ എന്നുള്ള തോന്നലൊക്കെ വരാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് ഒരുപാട് ലൈക്കും ഷെയറും കമന്റും ഒക്കെ കിട്ടുന്ന ടൈമിൽ നമ്മളെ ഡോപ്പമിൻ റിലീസ് ആവും. പിന്നെ നമ്മൾ എന്താണ് ആ ഒരു ഡോപ്പമിന്റെ ലൂപ്പിൽ പെട്ടിട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നെ മറ്റുള്ളവരുടെ ആ ഒരു വാലിഡേഷൻ ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുള്ള ഒരു സ്ഥിതിയാവും, ഒരു അഡിക്ഷൻ പോലെ. പിന്നെ പ്രശ്നം തുടങ്ങുന്നത് എപ്പാന്ന് വെച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന ഈ ലൈക്കിൻ്റെയും കമൻറ്റിൻ്റെയും ഒക്കെ എണ്ണം കുറയുമ്പോഴാണ്. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നില്ല? അപ്പം നമ്മൾ കമ്പയർ ചെയ്യാൻ നിൽക്കും മറ്റുള്ളവരെ പോലെ. അവരെ പോലെയല്ലേ, അത് ഞാൻ ചെയ്തത് മോശമായിപ്പോയോ, അല്ലെങ്കിൽ അത് കൊള്ളൂലേ എന്നുള്ള ഒരു തോന്നൽ വരും. അങ്ങനെയുള്ള കമ്പാരിസൺ വരും. ഇത് പലപ്പോഴും ഞാനും ചെയ്യാറുണ്ട്. അപ്പം ഈ കമ്പയർ ചെയ്യുന്നതാണ് പ്രശ്നം. ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിത്വം ഉണ്ട്. ഒപ്പം തന്നെ ഈ മറ്റുള്ളവരുടെ വാലിഡേഷൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റൂല എന്നുള്ള ഒരു ചിന്തയും അതും കൂടിയാണ് പ്രശ്നം. നിങ്ങൾ നല്ലതാണെങ്കിൽ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ വാലിഡേഷന്റെ ആവശ്യം എന്തിനാണ്? എന്നാൽ ഇതിൽ നിന്നൊക്കെ മാറി നിന്നിട്ട്, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര അഡിക്റ്റ് ആയവരാ, എന്താണ് എപ്പോഴും ഫുൾ ടൈം എന്താണ് ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നവരെയൊക്കെ ഒബ്സർവ് ചെയ്ത് നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് അധികം സോഷ്യൽ മീഡിയയിലൊന്നും പോസ്റ്റ് ചെയ്യാത്തവർ, അതായത് ഗോസ്റ്റ് ആയിട്ട് നടക്കുന്നവർ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ സോഷ്യൽ മീഡിയയിലൊന്നും പോസ്റ്റ് ചെയ്യാത്തവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരെന്തുകൊണ്ടായിരിക്കും ഒന്നും പോസ്റ്റ് ചെയ്യാത്തത് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് ആൾക്കാർ എന്ന് വെച്ചാൽ അവർ പ്രൈവസിക്ക് മുൻഗണന കൊടുക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം എന്നൊന്നുമില്ല. അറിയിച്ചിട്ടും അവർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നുമില്ല. എന്നാൽ മറ്റുള്ളവരെന്താ ചിന്തിക്കുക, ഇവരുടെ ലൈഫിൽ സന്തോഷവാനല്ല, അല്ലെങ്കിൽ സന്തോഷവതിയല്ല, പരാജയപ്പെട്ടവരാണ്, അതുകൊണ്ടാണ് ഇവരൊന്നും പോസ്റ്റ് ഒന്നും ചെയ്യാത്തത് എന്നാണ് കരുതൽ. എന്നാൽ അതങ്ങനെയല്ല. ഇവർക്ക് ഇവരുടെ ലൈഫിൽ ഇനി അത് സന്തോഷമായാലും വിഷമായാലും അത് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. സമാധാനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ. അവരുടെ ചിന്താഗതിയിൽ ഈ ലൈക്കും കമൻറ്റും ഒന്നും കിട്ടുന്നതല്ല ശരിക്കുള്ള ഒരു ജീവിതം. ഈ സോഷ്യൽ മീഡിയയും റിയൽ അല്ല എന്ന് അവർക്കറിയാം. അപ്പം തന്നെ അവരെ തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യൂല. അവർക്ക് അവരുടെ വാല്യൂ നന്നായിട്ട് അറിയാം. അവരുടെ സ്വകാര്യതയ്ക്ക് മുൻഗണന കൊടുക്കുന്നു. ആരെയും ഒന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നും അവർക്ക് വരുന്നില്ല. അവരുടെ ലൈഫ് ഈ നിധി കാക്കുന്ന ഭൂതത്തിനെ കണക്ക് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അങ്ങനെയും വേണമെങ്കിൽ പറയാം. നമുക്കാർക്കും അവരെ കുറിച്ച് ഒന്നും അറിയില്ല, എന്നാൽ അവർക്ക് നമ്മളെ കുറിച്ച് എല്ലാം അറിയാം. നമ്മളെ മുന്നിൽ അവരൊരു മിസ്റ്ററി പേഴ്സൺ ആണ്. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും നമ്മളെ കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നവർ. പിന്നെ വേറൊരു ടൈപ്പ് ആൾക്കാർ എന്ന് വെച്ചാൽ ഇവരെല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കും, പക്ഷെ ഒന്നും പോസ്റ്റ് ചെയ്യൂല. അങ്ങനെ കുറച്ച് ആൾക്കാരും ഉണ്ട്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് പേടി കൊണ്ട് ഒന്നും പോസ്റ്റ് ചെയ്യാത്തവർ. അതായത് മറ്റുള്ളവർ ഇവരെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള ആ ഒരു പേടി. അതായത് അവരുടെ ലൈഫിന് ബാക്കിയുള്ളവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ലൈഫ് എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരത് മൈൻഡ് ആക്കാതെ പോവോ എന്നുള്ള ആ ഒരു പേടിയൊക്കെ കൊണ്ട് പോസ്റ്റ് ചെയ്യാത്തവരും ഉണ്ട്. പിന്നെ അവർ കാണാൻ കൊള്ളൂല, അതുകൊണ്ട് അവർ പോസ്റ്റ് ചെയ്താൽ ഒന്നും ലൈക്കൊന്നും കിട്ടൂല, അങ്ങനെ അവർ സ്വയം ജഡ്ജ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാത്തവരും ഉണ്ട്. അപ്പം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഒന്നും ചെയ്യാത്ത ആൾക്കാരുടെ മൈൻഡിൽ ഈ 2 ടൈപ്പ് കാരണങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പം എനിക്ക് പറയാനുള്ളത്, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു സോഷ്യൽ മീഡിയ പേഴ്സൺ ആണെങ്കിൽ കൂടി നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അങ്ങനെ പോസ്റ്റ് ചെയ്യാതെ ഇരിക്കുക. ഒരു പ്രൈവസി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിന് കുറച്ച് വില കൊടുക്കുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ.